നമസ്കാരം, ഞാൻ ഷെഫ് സജിത്. ഷെഫ് ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഷെഫ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും സോഷ്യൽ മീഡിയ നമ്മൾ കാണുന്ന വീഡിയോകളാണ് മൊത്തം ഈ ഷെഫന്മാരെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകളാണ്. ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി റൺ ചെയ്യണമെങ്കിൽ അതിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റും നല്ലൊരു ഘടകമാണ്. പക്ഷേ ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റും ഷെഫിന്? നീ ചോദിച്ചത് നല്ലൊരു ചോദ്യം തന്നെയാണ്. കാരണം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹോട്ടൽ ആയിക്കോട്ടെ, അവിടെ ഒരു ഷെഫ്മാരെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടീം എന്ന് പറയുന്നത് സർവീസ് ടീമാണ്. കാരണം ആ സർവീസ് ടീം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരിക്കലും ഒരു ഷെഫ് പോയിട്ട് ഡയറക്റ്റ് സെർവ് ചെയ്യുന്നില്ല. അതിന് സർവീസ് ടീം തന്നെയാണ്. ഇപ്പോൾ ഒരു ഗസ്റ്റ്, പല മൈൻഡുള്ള ഗസ്റ്റുകളായിരിക്കും നമുക്കൊരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ കാര്യം നോക്കി അവർക്ക് വേണ്ടുന്ന ഫുഡ് എന്താണ് അതനുസരിച്ചൊക്കെ ഓർഡർ എടുക്കുന്നത്, അതൊക്കെ ഒരു ഭയങ്കര ഒരു ടാസ്ക് ഉള്ള ഒരു പണി തന്നെയാണ്. ഒരു ഫുഡ് കംപ്ലൈൻ്റ് ആയി അതിനെ പോയി അതിന് സൊല്യൂഷൻ ചെയ്ത് അത് ഒന്ന് കിച്ചണിൽ ഷെഫിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് അത് പോയി ഗസ്റ്റിനെ ഹാപ്പി ആക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സർവീസ് ടീം ചെയ്യുന്ന നല്ലൊരു ജോബ് തന്നെയാണ്. അപ്പോൾ അവരും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫീൽഡിൽ. അവരെ പറ്റി ഇങ്ങനെ ആരും വീഡിയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഹോട്ടൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, സർവീസ് എന്ന് പറയുന്നത് സർവീസും കിച്ചണും ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടൽ നന്നായിട്ട് മുൻപോട്ട് പോകും. ഇവിടെ ഫ്രണ്ട് ഓഫീസ് ആയിക്കോട്ടെ, ഹൗസ് കീപ്പിംഗ് ആയിക്കോട്ടെ, പല മേഖലകളിലും ആൾക്കാരുണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ച് വിചാരിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു സക്സസ് ഉണ്ടാവും. എല്ലാവരും ഈക്വലായിട്ടാണ് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്.